السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، له لن نعبد من خوف ناري ولا شوقا إلى ما في الجنان. ആദരിക്കൽ കൊണ്ട് ഏറ്റവും കടപ്പെട്ട ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എന്തിനാണ്? അല്ലാഹു തന്നെ അവന്റെ ഖുർആനിലൂടെ അതിനുള്ള മറുപടി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു അവനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഈ ലോകത്തേക്ക് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഇബാദത്ത് എങ്ങനെ ആയിരിക്കണം, എന്താണ് അതിൻ്റെ രൂപം എന്നുള്ളത് കൂടി മഹാരഥന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ അത് പ്രധാനമായും മൂന്ന് കാരണങ്ങളിലാകാം. ഒന്ന് അൽ ഖൗഫ്, പേടിയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ഇബാദത്താണ്. രണ്ടാമത്തെ റജാ ആണ്, പ്രതീക്ഷ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അല്ലാഹു അവനിക്ക് സ്വർഗം നൽകും, അല്ലെങ്കിൽ ആഖിറത്തിൽ ഒരുപാട് പ്രതിഫലം നൽകും. ആ ഒരു പ്രതീക്ഷ കാരണം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അൽ മഹബ്ബത്തു ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള അതിയായ സ്നേഹം കാരണം. അത് അവൻ പ്രതിഫലം നൽകട്ടെ നൽകാതിരിക്കട്ടെ, അല്ലാഹു എന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. ആ ഒരു രൂപത്തിലുള്ള ഇബാദത്ത്, അതാണ് ഏറ്റവും ഉന്നതമായ ഇബാദത്ത് എന്നുകൂടി മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഫഇബാദത്തുൽ അബ്ദി ഖൗഫൻ കഇബാദത്തിൽ അജീരി വഇബാദത്തുൽ അബ്ദി റജാഅൻ കഇബാദത്തിത് തുജാരി വഅമ്മാ ഇബാദത്തുൽ അഹ്റാരി ഫഹിയ ഇബാദത്തുൽ മുഹിബ്ബീന അല്ലാഹ് വഹിയ അഅലൽ മറാത്തിബ് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് അത് അവനോടുള്ള ഭയം കാരണമാണെങ്കിൽ അതൊരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു വ്യാപാരിയുടെ ഇബാദത്ത് പോലെയാണ്. എന്നാൽ സ്വതന്ത്രരായ ആളുകളുടെ ഇബാദത്ത്, യഥാർത്ഥ അടിമകളുടെ ഇബാദത്ത്, അത് അല്ലാഹുവിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടുള്ള ഇബാദത്താണ്. ആ ഇബാദത്താണ് ഏറ്റവും ഉന്നതമായ ഇബാദത്ത് എന്ന് മഹാരഥന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാം, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് ഇഷ്ടം വെച്ചാൽ, അല്ലാഹുവിനെ ആരെങ്കിലും ഇഷ്ടം വെച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചും ഇങ്ങോട്ടും ഇഷ്ടം വെക്കുമെന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. തഫ്സീർ ബഗവി, ഇമാമിന്റെ തഫ്സീറുൽ ബഗവിയിൽ മആലിമുത് തൻസീലിൽ നമുക്ക് കാണാം, അശദ്ദു ഹുബ്ബൻ മിനല്ലാഹ്
അല്ലാഹുവിനെ അതിയായിട്ട് ഇഷ്ടം വെച്ചുകൊണ്ടുള്ള ഇബാദത്താണ്. لأن المؤمنين لا يعبدون الله إلا محبة له وخضوعا لأمره. ഒരു യഥാർത്ഥ മുഅ്മിൻ എന്നുള്ളത് അവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, അവൻ അല്ലാഹുവിനെ ആരാധിക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ്, അവനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടാണ്. അല്ലാതെ അവനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ അവൻ്റെ പ്രതിഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചിട്ടോ അല്ല. അപ്പോൾ ആ രൂപത്തിലുള്ള ഇബാദത്തുകളാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചെയ്തു വെച്ചത്. ആ രൂപത്തിലുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമാണ് മഹാരഥന്മാർ ചെയ്തു വെച്ചിട്ടുള്ളത്. മഹാനായ ഇമാമുർ റാസി അവിടുത്തെ മഫാത്തിഹുൽ ഗൈബിൽ പറയുന്നത് കാണാം, അൽ മഹബ്ബത്തുല്ലാഹി അലാ മഖാമാതിൽ ഇബാദാത്ത്. അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ചെയ്യുന്ന ഇബാദത്തുകളാണ് ഏറ്റവും ഉന്നതമായ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ മർത്തബ എന്നുള്ളത്. അത് അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ടുള്ള ഇബാദത്താണ്. കാരണം എന്താ? ലിഅന്നൽ ഖൗഫ യൻഖതു ബിൽ ഖലാസി മിനൻ നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആ നരകത്തിനോടുള്ള പേടി മാറും. വറജാഉ യൻഖതു ഇൻദ ദുഖൂലിൽ ജന്ന. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൽ കൊണ്ട് അല്ലാഹുവിനോടുള്ള പ്രതീക്ഷയും മുറിയും. പിന്നെ വഅമ്മൽ മഹബ്ബതു ഫബിമാ ഫീഹി അബദൻ ലാ യൻഖതു. എന്നാൽ അല്ലാഹുവിനോടുള്ള ഇബാദത്ത് അത് അവനോടുള്ള അതിയായ സ്നേഹം കാരണത്താലാണെങ്കിൽ ആ സ്നേഹം ഒരിക്കലും മുറിയുകയില്ല, ആ സ്നേഹം ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. മഹാനായ അബൂ നഈം അൽ-ഇസ്ബഹാനി പറയുന്നുണ്ട്, മാ അബദതുഹു ഖൗഫൻ മിൻ നാരിഹി വലാ ഹുബ്ബൻ ലിജന്നതിഹി ബൽ ഹുബ്ബൻ ലഹു വഇശ്ഖൻ ലഹു. മഹാനായവരുടെ ഇൽഹത്തുൽ ഔലിയായിൽ പറയുന്നത് കാണാം, ഞാൻ അല്ലാഹുവിനെ ആരാധിക്കുന്നത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അവന്റെ അദാബിൽ എനിക്ക് പേടിയില്ലായിട്ടല്ല, അവന്റെ പ്രതിഫലങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിട്ടല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്ത് കാണിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ വളരെയധികം ഇഖ്ലാസോടുകൂടെ, വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ, വളരെയധികം സ്നേഹത്തോടെ അല്ലാഹുവിലേക്ക് ഒരുപാട് അടുക്കേണ്ടതുണ്ട്. അവനെ ഒരുപാട് അടുത്ത് അവന്റെ മഅരിഫത്ത് ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.